സോറി, ഞാൻ കവിക്കാടെന്ന് വരുന്നു. ഞാൻ എന്റെ കസിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ആൾക്ക് യാതൊരു അസുഖമില്ലാത്ത ആളായിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ ഒരു ശ്വാസതടസ്സം അനുഭവപ്പെടുകയും പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആവുകയും ചെയ്തു. കാരിത്താസിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പൾസ് ഇല്ല, പ്രതീക്ഷിക്കേണ്ടെന്ന്. 12 പൾസ് ഇല്ല, പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. 12 മിനിറ്റ് CPR കൊടുത്തു. 15 മിനിറ്റോളം പൾസ് ഇല്ലാതിരുന്നിരുന്നു. 15 മിനിറ്റ് പൾസ് ഇല്ലായിരുന്നു. CPRന് ശേഷം നേരിയ പൾസ് വന്നു. ഡോക്ടർ പെട്ടെന്ന് വെന്റിലേറ്ററിലാക്കി ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എക്സ്റേ എടുത്തപ്പോൾ സെപ്റ്റിക് ഷോക്ക് ആണെന്ന് പറഞ്ഞു. ലങ്സിന് ഇൻഫെക്ഷനായി 70% ലങ്സ് കൊളാപ്സ് ആയി. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 1% പോലും പ്രതീക്ഷിക്കേണ്ട, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ ആരാധനയിൽ ശനിയാഴ്ച പങ്കെടുക്കുകയും ഒരു കുഴപ്പവും കൂടാതെ ആളെ തിരിച്ചു കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരം പ്രാർത്ഥിക്കുകയും ചെയ്തു. എഴുതിയിട്ടിരുന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ അപേക്ഷ എഴുതിയിട്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ വ്യഞ്ചരിച്ച എണ്ണ വന്നു. 3 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി ഓരോ മണിക്കൂർ ഇടവിട്ട് പുരട്ടാൻ പറഞ്ഞു. അവിടെ വിസിറ്റിംഗ് ഹൗസിൽ മാത്രമേ നമ്മളെ കയറ്റത്തുള്ളായിരുന്നു. ഞാൻ വിസിറ്റിംഗ് ടൈമിൽ എണ്ണ ഉരുട്ടി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനും അമ്മയും എന്റെ നെറ്റിയിൽ ആളുടെ നെറ്റിയാണെന്ന് സങ്കല്പിച്ച് ഓരോ മണിക്കൂർ ഇടവിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി എണ്ണ ഉരുട്ടി 4-ാം ദിവസം ആള് കണ്ണു തുറന്നു. പിന്നെ ഭയങ്കര ഇംപ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ലങ്സിന് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് ബ്രത്ത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. വെന്റിലേറ്റർ സപ്പോർട്ടിൽ 26 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം ഡോക്ടർ ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു മിഷനിലോട്ട് മാറ്റി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. 20 ദിവസം ബൈപ്പാസ് മിഷന്റെ സഹായത്തോടെ ബ്രത്ത് എടുത്തു. പേഷ്യന്റ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുവഴി മിഷൻ മാറ്റി നോക്കി വീട്ടിലോട്ട് വിട്ടു. ഇപ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ ഒരവയവത്തിന് പോലും ഒരു കേടുപാടും കൂടാതെ എങ്ങനെയായിരുന്നു കണ്ട് അതുപോലെ തന്നെ കഴിവുന്ന ആരോഗ്യവതിയായി. നമ്മളിവിടെ പറഞ്ഞുകൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് രോഗിയുടെ മേത്ത് തേക്കാൻ പറ്റും, വിദേശത്തൊക്കെ അയക്കുന്നവർക്ക് പറ്റുകയില്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ ദൈവമേ എന്റെ മകനെ സുഖപ്പെടുത്തണേ, എന്റെ മകനെ സുഖപ്പെടുത്തണേ, എന്റെ മകനെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടിയാൽ അതപ്പോ അഭിഷേകം ഉണ്ടാവും. ദൂരത്തിന്റെ മേൽ അടയാളമുള്ളവരാണ് നമ്മുടെ ദൈവം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഈ സത്യം. ദൂരത്തിന്റെ മേൽ അടയാളമുള്ളവരാണ്. അതുകൊണ്ടാണ് അവിടെ ശതാധിപന്റെ കൃത്യം ദൂരത്തിൽ നിന്ന് പറഞ്ഞ കർത്താവ് നിന്റെ മകൻ സുഖപ്പെടുമെന്ന് ആ സമയത്ത് തന്നെ ശതാധിപന്റെ കൃത്യം സുഖപ്പെട്ടു. ഹാലേലൂയ.